ഹലോ ഗൈസ്, ഇന്നൊരു 2 മണിയൊക്കെ ആവാറായപ്പോൾ ഒരു തോന്നൽ വേറെ ഒന്നല്ല, അട ഉണ്ടാക്കി കഴിക്കണമെന്ന്. പിന്നെ തോന്നലുകളൊന്നും നമ്മൾ വെച്ച് താമസിപ്പിക്കാറില്ല. അതുകൊണ്ട് അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പുറത്തെ പറമ്പിൽ പോയി കുറച്ച് ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതൊക്കെ കഴുകി വെട്ടി വെടുപ്പാക്കി ഞങ്ങൾ തേനോ അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് മാവ് കുഴയ്ക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മണിക്കുട്ടി ഉണ്ടായിരുന്നു, ഇന്ന് മുടക്കാണല്ലോ. അപ്പം മണിക്കുട്ടിക്കാണെങ്കിൽ ഉപ്പിനോടൊരു ഇത്തിരി ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ ഉപ്പ് ഇങ്ങനെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പഞ്ചസാര തിന്നണ പോലെ ഉപ്പ് തിന്നി കുട്ടി മന്ദബുദ്ധിയായി പോകാവോ. നാളികേരം ചിരകാൻ നിൽക്കാൻ ഇത്തിരി പണിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ പരമാവധി ചെയ്യാറ് കറിക്കൊക്കെ. അപ്പോൾ അടയ്ക്ക അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും എന്നറിയില്ല, എന്നാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അതിങ്ങനെ നുറുക്കി വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ വെള്ളം ചൂടായിട്ടോ. അപ്പോൾ എന്തായാലും മാവൊന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു, കാരണം ചൂടാറണ്ടേ, അല്ലെങ്കിൽ കൈ പൊള്ളൂലേ. എന്നിട്ട് അതൊക്കെ കുഴച്ച് വെച്ച് പിന്നെ കൈ കൊണ്ടൊരു പിടുത്തം പിടിക്കാമെന്ന് വിചാരിച്ച് തൊട്ടപ്പോൾ തൊടാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂടായിരുന്നു. കെറ്റിൽ വെള്ളം അങ്ങോട്ട് തിളച്ച് മറിഞ്ഞിരുന്നു. അതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതങ്ങ് മാറ്റി വെച്ച് നമ്മുടെ നാളികേരം ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ചച്ചുട്ടനാണെങ്കിൽ കിടന്ന് ഉറങ്ങാണേ. അപ്പോൾ മിക്സിയും കൊണ്ട് കള്ളന്മാർ പോണ പോലെ വീടിൻ്റെ അകത്തോട്ട് പോയി അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞാനും മണിക്കുട്ടിയും കൂടിയിട്ട് നാളികേരം അരച്ചെടുത്തത്. അപ്പോൾ കണ്ട് ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കിട്ടിയത്. പക്ഷേ സത്യത്തിൽ നാളികേരം ചിരവിടുകയാണ് നല്ലത് എന്ന് എനിക്ക് തിന്നപ്പോൾ തോന്നി. പിന്നെ ശർക്കര വണ്ടി പറഞ്ഞാണെന്ന് വിചാരിക്കേണ്ട, എനിക്ക് അടയിൽ ഇങ്ങനെ നല്ലപോലെ മധുരം വേണം. എനിക്കെന്തോ അടയിൽ മധുരമില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ തോന്നും. അത് കാരണം കൊണ്ട് ഞാൻ നല്ലപോലെ മധുരം കൂട്ടിയിട്ടുണ്ടായിരുന്നു. മധുരം എന്ന് വെച്ചാൽ പഞ്ചസാര അല്ല കേട്ടോ, ശർക്കരയാണ് ഇട്ടിരുന്നത്. അതിനുശേഷം നമ്മൾ അട പരത്താനായിട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മാവിൽ വെള്ളം കുറഞ്ഞു പോയിരുന്നു, ഇത്തിരി ടൈറ്റായി. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ തൊട്ട് പരത്തി ഞങ്ങൾ കുറച്ച് അട ഉണ്ടാക്കി ഒരു 10-30 അടയുടെ ഇലയൊക്കെ കീറി വെച്ചെങ്കിലും ആകെ 10-12 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനുള്ള നാളികേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ബാക്കി കുറച്ചും കൂടെ മാവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ അമ്മമാർ സ്ഥിരം ചെയ്യണ പോലെ അതങ്ങോട്ട് അതിൽ 2 മണി ജീരകം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഉരുട്ടി പീച്ചാമ്പൊടിയാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് വേവിച്ച്. എന്തായാലും സംഭവം കഴിക്കാമല്ലോ, അത് കാരണം കൊണ്ട് അങ്ങനെയൊക്കെ വെച്ച് വേവിച്ച് ഞങ്ങൾ വെച്ചു. ബാക്കി സ്ഥലങ്ങൾ പിന്നെ ഞാൻ തന്നെ വെടുപ്പാക്കണമല്ലോ, അതിന് നമ്മുടെ മണിക്കുട്ടി വരത്തില്ല. അത് കാരണം കൊണ്ട് വേഗം അതൊക്കെ എടുത്ത് വെടുപ്പാക്കി നല്ല ക്ലീനാക്കി വെച്ചപ്പോൾ നമ്മുടെ അടപ്പരിപാടി കഴിഞ്ഞു. പിന്നെ അട വെന്തതും തിന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോറി ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.